വെൽക്കം ബാക്ക് ടു Beyond Borders. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയുള്ളത്? നമ്മളിപ്പം ഗോൾഡൻ സ്റ്റേറ്റ് കാലിഫോർണിയ ബേബി. അതെ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ നിൽക്കുകയാണ്, റൂമൊക്കെ എടുത്ത്. ഞങ്ങൾ എല്ലാ പ്രാവശ്യത്തെ വീഡിയോ പോലെ വരുന്നതും അങ്ങനെ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇപ്പം നമ്മൾ ഇരിക്കുന്നത് കാലിയിലാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഇവിടെ പരിപാടി? സോ ഇന്നത്തെ ഐറ്റിനറി ഇവിടെ US1 എന്ന് പറഞ്ഞൊരു സീനിക് റൗട്ട് ഉണ്ട്. സോ അത് ഈ കോസ്റ്റൽ പസഫിക് കോസ്റ്റ് ഫുള്ള് ടച്ച് ചെയ്ത് പോണ കണക്കത്തെ ഒരു അടിപൊളി ഒരു ഡ്രൈവാണ്. ഇറ്റ്സ് ലൈക്ക് ക്ലോസ് ടു ലൈക്ക് 8 hours. ഇപ്പം എവിടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിലാണ്. ഇവിടെ ഇരുന്ന് LAയിലോട്ട് ലോസ് ആഞ്ചലസിലോട്ട് പോണ ആ ഒരു ലോങ് റൗട്ടാണ് അത്. സോ ഇന്ന് അതാണ് പ്ലാൻ. സോ നേച്ചറൊക്കെ കണ്ടിട്ട് നല്ല സീനിക് വ്യൂസ് ഒക്കെ കണ്ടിട്ടുള്ള ഒരു ഡ്രൈവാണ് ഇന്നത്തെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഫുഡ് സ്പോട്ടുകളൊക്കെ നല്ല നല്ല കിടിലം സ്പോട്ടുകളൊക്കെ ഞങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ആരെങ്കിലും ഫ്യൂച്ചറിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കാണാമല്ലോ. സിമ്പിൾ ആയിട്ട്, കാരണം നമ്മൾ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഹൈക്ക് ഉണ്ട്, അതുകൊണ്ട് അജി നല്ല ഹൈക്കിനൊക്കെ പറ്റിയ ഒരു ഔട്ട്ഫിറ്റിലാണ്. അപ്പം ബാക്കിയെല്ലാം വഴിയെ കാണാം. ബൈ ബൈ. സോ അങ്ങനെ ഒരു ബ്രഞ്ച് പ്ലേസ്, ഇങ്ങനെ നല്ല റേറ്റിംഗ് ആയിട്ടൊരു അടിപൊളി പ്ലേസ് കണ്ടുവച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ അങ്ങോട്ടൊരു വാക്ക് ഇങ്ങനെ പോവുകയാണ്. പോയി നല്ല ഫുഡ് കഴിച്ചിട്ട് അടുത്തൊരു നല്ല ഡ്രൈവ് പയണം. ബ്യൂട്ടിഫുൾ സ്പോട്ട് കണ്ട് ഇങ്ങനെ പോവാണ്. നടക്ക് ഫുഡ് കഴിക്കുക, സ്ഥലം കാണുക, അങ്ങനെയാണ്. ഫുഡ് കഴിക്കുക, സ്ഥലം കാണുക, അങ്ങനെ നേരെ LAയിലെത്തുക, ക്രാഷ് ആവുക. അതാണ് ഇന്നത്തെ ഗോൾ. ഇപ്പൊ നമ്മളൊരു ക്യൂട്ട് സിറ്റിയിലാട്ടോ ഉള്ളത്. ഒരു ക്യൂട്ട് ടൗൺ അല്ലേ? ക്യൂട്ട് ടൗൺ. കാർമൽ ബൈ ദ സീ, പസഫിക് ഓഷൻ. നമ്മൾ മറ്റേ ഓറിഗൺ വ്ളോഗിൽ കണ്ട ആ സെയിം ഓഷനാണ്. സോ ആ പസഫിക് കോസ്റ്റൽ ഹൈവേ എന്നും കൂടെയാണ് ഇതിനെ പറയുന്നത്, നമ്മളെ US1 റൂട്ടിനെ. അപ്പോൾ നമുക്ക് നേരെ ഹോട്ടലിലോട്ട് പോവാം. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് പിറ്റ് സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ പോയിന്റ് ലോബോസ് എന്നാണ് പറയുന്നത്. അവിടെ ഒരു ബീച്ച് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ഇറ്റ് ഗൈസ്. സോ ഡ്രീമി. ഫിൽറ്റർ ഒന്നും ആവശ്യമില്ല, നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല ബ്ലൂ കളർ വെള്ളം. ഇനി കുറച്ച് നമുക്ക് അങ്ങോട്ട് ഒരു ഷോർട്ട് ആയിട്ട് കാണിച്ചു കൊടുത്താലോ? ആ സൈഡിലൊക്കെ ഫോഗി ആയിട്ട് ഒരു വൈറ്റ് റോക്സ് ആൻഡ് ക്ലിഫ്സ് കണക്ക്. റിയലി നൈസ്. പൊളിയാട്ടാ വ്യൂ. സോ ഫാർ ദ US1 is just getting better and better. എല്ലാവരും ഇതാ വ്യൂ കാണാൻ വേണ്ടിട്ട് ഇപ്പൊ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. എല്ലാവരും വ്യൂ കണ്ടോണ്ടിരിക്കുകയാണ്. The ride so far. Again done. Such a beaut. Hope we had a better car though. എന്തുമാതിരി കാർ വേണോ இந்த இடத்துல? A Lamborghini Urus would be nice. Sure. But in some years. Yeah, phone எடுத்து டான் பேர் போட்டுருக்கேன். അടിപൊളി വ്യൂ ആട്ടോ അവിടെയൊക്കെ, ആ ബീച്ചിൻ്റെ ഒക്കെ കാണാൻ. ആൻഡ് യു ക്യാൻ ആക്ച്വലി സീ ദ ഹൈവേ. സോ ബേസിക്കലി ഇപ്പോൾ നിങ്ങളവിടെ കാണുന്ന റോഡ് ഒരു കാറ് വരുന്ന കണ്ടില്ലേ, ആ ഇതേ കണക്കാണ് ഫുൾ റൈഡ്. ഈ ഒരു റൂട്ടിന് പറയുന്ന പേരെന്താണ്? US1 US1 പസഫിക് കോസ്റ്റ് ഹൈവേ. ഫോഗ് ഞങ്ങളെ ചതിച്ചു ഗൈസ്. മിക്കു എവിടെ പോയി? ഊമ്പി അടിയാ മിക്കു അവിടെ.
നമ്മളിപ്പം ഇൻ ആൻഡ് ഔട്ട് ബർഗർ. സോ വെസ്റ്റ് കോസ്റ്റിൽ തന്നെ ഈ ബർഗർ ഭയങ്കര ഹൈലി റിവ്യൂഡ് ആൻഡ് റേറ്റഡ് ആണ്. തൊട്ടപ്പുറത്ത് മെഗ്ഡി ഉണ്ടായിരുന്നു, അവിടെ ആരുമില്ല. ഇവിടെ വന്നിട്ട് ഫുൾ കൂട്ടം ഇവിടെ കണ്ടറിയാം. അപ്പം ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് കഴിക്കണം എന്ന് എല്ലാ പ്രാവശ്യവും ആലോചിച്ചിട്ടുണ്ട്. അവസാനം ഇപ്പോഴാണ് അത് കഴിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പം വി ആർ ഹിയർ അറ്റ് ഇൻ ആൻഡ് ഔട്ട് ബർഗർ. സോ യാ, അപ്പം ഇവിടെ കഴിക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് റിവ്യൂ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് പറഞ്ഞുതരാം. സോ എനിബഡി വിസിറ്റിംഗ് വെസ്റ്റ് കോസ്റ്റ് ഇൻ ആൻഡ് ഔട്ട് ബർഗർ ഇതൊരു മസ്റ്റ് ട്രൈ ആണ് അല്ലേ? ആണ്. വിൽ റിവ്യൂ ഇറ്റ് ആൻഡ് ലെറ്റ് യു ഗൈസ് നോ. ആൻഡ് ദെൻ വി ഹാവ് അതർ ഫോക്സ് വിത്ത് റിവ്യൂസ്. സോ ഹിയർ ദീപക് ആൻഡ് മിക്കു. ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്. പാറ്റീസ് എല്ലാം ഭയങ്കര സോഫ്റ്റാണ്. സോ അത് തന്നെ എനിക്ക് നല്ല ഹൈ ഹോപ്പ് വരെയാണ്. ഇത് ഇൻഗ്രീഡിയൻസ് ആർ ഫ്രഷ്. Actually, really good. I would say better than McD for sure. And most of the times I feel McD ingredients are frozen langane cheyyunnanu, but you can literally feel the freshness in this burger. So it's really good. Must try. അങ്ങനെ ഞങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് അവസാനം എത്തിയിരിക്കുകയാണ്. ഇനി നാളെ ഇവിടെ യിലായിരിക്കും കേട്ടോ ഫുള്ള് കറങ്ങുന്നത്. അത് ഞാൻ പാർട്ട് 2 ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ പാർട്ട് 2 കാണാൻ മറക്കണ്ട. ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഞങ്ങളുടെ റൂം. ഇന്നിവിടെ കിടന്നുറങ്ങും. ഒരു ഡേക്ക് മാത്രമാണ് ഞങ്ങളിത് ബുക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.